ഹലോ, ലക്ഷദ്വീപുകാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ അത്ര സർപ്രൈസ് അല്ലായിരിക്കും, പക്ഷേ ഇതിൽ പറയാൻ പോകുന്ന ഒരു കാര്യം സർപ്രൈസാണ്. ഞാൻ നെക്സ്റ്റ് ഗിവ് അവേയുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. പക്ഷേ എന്താ ഗിവ് അവേ എന്നുള്ളത് ഒരു ഹ്യൂമങ്കസ് സർപ്രൈസാണ്. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. എവിടെയാണ് ഞാൻ ഈ ഗിവ് അവേനെ കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയത്തില്ല. പറഞ്ഞാൽ നിങ്ങൾ ആ പാർട്ടിലോട്ട് സ്കിപ്പ് ചെയ്യും, വീഡിയോ കാണത്തില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഗിവ് അവേയുടെ കാര്യം എവിടെയെങ്കിലും ഞാൻ ഇടയിൽ വെച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോർമലി ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ കിടക്കും, ചുമ്മാ ഫോണും കൊണ്ട് ആരൊക്കെ രാത്രി മെസ്സേജ് അയച്ചു, എത്ര നോട്ടിഫിക്കേഷൻ വന്നോ, യൂട്യൂബിൽ വല്ലതും വന്നോ, അങ്ങനെ നോക്കി കിടക്കും. ഉമ്മ വന്നൊരു അടി തരുന്നവരെ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ രാവിലെ എണീറ്റിട്ട് നല്ല മൂഡാണെങ്കിൽ ഞാനൊരു ചെറിയ റൈഡിന് പോവും. എൻ്റെ വണ്ടിയിൽ, എൻ്റെ ഡിയോയിൽ ഞാനൊരു ചെറിയ റൈഡിന് പോവും. ഇല്ലെന്ന് വെച്ചാൽ നേരെ പല്ല് തേക്കുക. നമ്മളിവിടെ തുലിക്കാൻ നട്ടു പറയുന്നത്. പല്ല് തേക്കുന്നതിന് പല്ല് തേക്കുക, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേഗം കുളിച്ചിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഓഫീസിൽ പോകും. വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ചുമ്മാ ഫോണും കൊണ്ടിരിക്കും ഓഫീസിൽ പോകുന്നവരെ. അപ്പോൾ രാവിലെ നമ്മളൊരു ചെറിയ റൈഡിനൊക്കെ പോയി. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആ ടൈമിലുള്ള വീഡിയോ കേട്ടോ ഇത്. ഞാൻ കുറേ നാളായി ഇത് എടുത്ത് വെച്ചിട്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടു. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു ഉമ്മേനെ സഹായിക്കണം. അനിയത്തിക്ക് കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തയക്കാനുണ്ടായിരുന്നു. അവൾ കോളേജിൽ പഠിക്കുക, കൊച്ചിയിലല്ല കേരളത്തിൽ പഠിക്കുവാണ്. കേരളത്തിലൊരു സ്ഥലത്ത് പഠിക്കുക. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള സ്നാക്ക് പ്രിപ്പറേഷൻ ആയിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഉമ്മ നേരെ രാവിലെ എണീറ്റിട്ട് ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അടുത്തോട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കടി കേട്ടോ. ഇത് ലക്ഷദ്വീപിലല്ലാണ്ട് പുറത്ത് കിട്ടില്ല. പുറത്ത് കിട്ടുവാണെങ്കിൽ തന്നെ ലക്ഷദ്വീപിലുള്ളതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സാധനത്തിൻ്റെയും കീ ഇൻഗ്രീഡിയൻസ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ ആ കീ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഈ റെസിപ്പീസ് എങ്ങനെയാണെന്നും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പം ഉണ്ടാക്കുന്ന ഈ സാധനത്തിൻ്റെ പേര് എന്താണെന്നറിയോ? ഫൊരി എന്നാട്ടോ. പൊരീന് ആ പാ ഒന്ന് മാറ്റിയിട്ട് ഫാ വെച്ചാൽ മതി. ഫൊരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ, കുറേ സ്നാക്സ് കൊടുത്തയക്കാനുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഉമ്മേനെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ സഹായിക്കുന്നില്ല കേട്ടോ, വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉമ്മ ഇത് പാക്ക് ചെയ്യുവാണ്. ഞാനിത് ആദ്യമായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരെണ്ണം എനിക്ക് ഉമ്മ ഇപ്പോൾ കാണിച്ചു തരും, ബാക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് അവൾക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടിക്കകത്താക്കി കൊടുത്തയക്കാൻ വേണ്ടി റെഡിയാക്കുക. ഇത് പൊരി, ഇത് മീനച്ചാറാണ്, ഫിഷ് പിക്കിൾ, പിന്നെ ഇത് മാസപ്പം, പിന്നെ ഇത് ചമ്മന്തി. ഉമ്മ തന്നെ വീട്ടിലുണ്ടാക്കിയ ചമ്മന്തിയാണ്. ചൂരമീനാട്ടോ അത്. ചൂരമീനാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ. പിന്നെ ആ ചൂരമീൻ തന്നെ മാസിനെ തന്നെ ചെത്തിയതാണ് ഈ കവറിലുള്ളത്. ഇതൊക്കെ ഉമ്മ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത കേട്ടോ. ഈ ഉമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉമ്മയായിട്ട് ഉണ്ടാക്കിയ മാസമാണ്. പിന്നെ ശർക്കര. ഈ ശർക്കര നാട്ടിൽ മീൻസ് ലക്ഷദ്വീപിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, പുറത്തൊന്നും കിട്ടത്തില്ല. ഇത് നീരയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ശർക്കരയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബെൻഡോ കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർക്ക് പറയാം, ഞാനൊരു ഹോം ബേക്കറാണ്. അല്ലറ ചില്ലറ പരിപാടികളൊക്കെ സൈഡ് വഴിയും ചെയ്യുന്നുണ്ട്. ഹോം ബേക്കറാണ്, യൂട്യൂബറാണ്, പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നുണ്ട്, ജീവിക്കണ്ടേ അങ്ങനെ. അപ്പോൾ നമുക്ക് ബെൻഡോ കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 5:30 ആകുമ്പോഴാണ് എണീക്കാറ്. അപ്പോൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഉമ്മയുടെ അടുത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഫോണും കുത്തിക്കൊണ്ട് റൂമിൽ തന്നെ വീണ്ടും പോയി കിടക്കും, അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ചെയ്യാറ്. നോർമലി രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കും.
അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പീസും എൻ്റെ ഈ കുഞ്ഞ് ബിസിനസ്സിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഗിവ് അവേയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ, പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കേക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട്, കാരണം എനിക്ക് 9:45 ഓഫീസിലെത്തണം. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഓഫീസുള്ളത്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയോ ഒക്കെ കിട്ടിയ ഡിസൈനൊക്കെ വാരി വലിച്ച് എന്തൊക്കെയോ ചെയ്ത് കേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ എന്തായാലും ഓഫീസിൽ പോകും ഞാൻ. അപ്പോൾ ഓഫീസിലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇച്ചിരി ഗവൺമെൻറ് ഓഫീസല്ലേ, അപ്പോൾ സോ പ്രൈവസി മാറ്റേഴ്സ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. സോ ഇപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഓഫീസ് ഉച്ച ടൈമിൽ, ഇപ്പോൾ വെള്ളിയാഴ്ച ഉച്ച 1:30 വരെ ഉണ്ട് കേട്ടോ ഓഫീസ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്ന ആരും ഇല്ലാണ്ട്. ഈ സ്ഥലം കച്ചേരി ജംഗ്ഷൻ നമ്മൾ പറയുന്ന ഓട്ടോ സ്റ്റാൻഡും ടെമ്പോ സ്റ്റാൻഡും നമ്മുടെ മെയിൻ പഞ്ചായത്ത് സ്റ്റേജും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണുള്ളത്. ഇവിടെ ഇങ്ങനെ ആളില്ലാണ്ട് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് അവിടെ കൂടെ നടക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടി എടുത്തില്ലായിരുന്നു. ഉപ്പയ്ക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാണ്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്നത് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പരിവായി. അപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നത് എടുത്തില്ല. വൈകുന്നേരത്തെ വീഡിയോ മറന്നുപോയി. ഇത് ഞങ്ങൾ വൈകുന്നേരം തൊട്ടടുത്ത് തന്നെ, ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ടീ ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു ഷോപ്പുണ്ട്. കുഞ്ഞു ഷോപ്പാണെങ്കിലും ഭയങ്കര കിടിലം വൈബാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ആരെങ്കിലും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കവരത്തിയിൽ വരുവാണെങ്കിൽ ടീ ടാഗ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഫുഡാണ്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് കപ്പ് കേക്ക്സ് ഉണ്ടാക്കി. എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി കുറച്ച് കപ്പ് കേക്ക്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ, ഒരു ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ ഇങ്ങനെയാണ്, ബേക്കിങ്ങും ഹെൽപ്പിങ്ങും വർക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ. നിൽക്ക് പോവല്ലേ, ഗിവ് അവേയുടെ കാര്യം അറിയണ്ടേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗിവ് അവേ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലോട്ടുള്ള ട്രിപ്പിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. അപ്പോൾ ഗിവ് അവേയിൽ വിന്നറാവുന്ന ഒരാൾക്ക് ഞാൻ സ്പോൺസർഷിപ്പ് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ആൻഡ് ഓൾസോ കഴിഞ്ഞ ഗിവ് അവേയുടെ വിന്നറായ അൻഷാദിന് മെനി കൺഗ്രാജുലേഷൻസ്. ടാറ്റാ.